Hey guys, welcome to iFirst Smart Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇഡ്ലി സാമ്പാർ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇല്ലെങ്കിൽ ഇഡ്ലി റൈസ് ഒന്ന് ചേർക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സാഗോ സാബുദാൻ. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് ഇതിന് രണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ആക്കി എടുത്ത് ഇതിന് 4 hours സോക്ക് ചെയ്യാൻ വെക്കണം. 4 hours ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും ഉഴുന്നും പരിപ്പിനൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ മിക്സിയിലേക്ക് ഉഴുന്നും പരിപ്പാണ് ചേർത്തത്. അപ്പോൾ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഗൈസ് നേരത്തെ ഞാൻ സോക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു സോക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് അരച്ചെടുക്കും. അപ്പം നമ്മളുടെ ഉഴുന്ന് പരിപ്പ് ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിനൊന്ന് അരച്ചെടുക്കണം. ഇനി അതേ ബ്ലെൻഡറിലേക്ക് കുറച്ച് റൈസ് ഇട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് ഒരു തരിയായ രൂപത്തിലായി അരച്ചെടുക്കണം. ഇനി റൈസ് അരച്ചത് നമുക്ക് സെയിം ബൗളിലോട്ടൊന്ന് മാറ്റണം. ഇതേപോലെ ബാക്കിയുള്ള റൈസിനെയും തരിയായ രൂപത്തിലായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇനി അരച്ച മാവിനെ ബൗളിലോട്ട് മാറ്റി ഇതിനെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിന് 9 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കണം. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് അപ്പോൾ ഗൈസ് നമ്മളുടെ ബാറ്റർ ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇഡ്ഡലി സ്റ്റാൻഡിലേക്ക് ഓയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് ഇതിനെ 15 to 20 minutes ഒന്ന് സ്റ്റീം ചെയ്യണം. ഇഡ്ഡലി റെഡിയായി വരുന്നവരെ നമുക്കൊരു സിമ്പിൾ സാമ്പാർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കറിലേക്ക് 2 onion, 5 green chilli, 3 ടൊമാറ്റോ, 8 to 7 cloves of garlic, പിന്നെ ക്യാരറ്റ്. ഇത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ അവോയ്ഡ് ആക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട്. പിന്നെ നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ 3 to 4 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് കൂലായതിനു ശേഷം ഇതിനെ ഓരോന്നെടുത്ത് ഹോട്ട് ബോക്സിലോട്ടൊന്ന് മാറ്റണം. അപ്പോൾ ഇഡ്ഡലി ഒന്ന് ഞാൻ പൊടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ നല്ല സ്മൂത്തും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 to 4 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതിനെ ഓപ്പൺ ചെയ്ത് ഒന്ന് ജസ്റ്റ് കയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് കുക്കറിനെ വെച്ച് ഇതിലേക്ക് ടാമറിൻഡ് സോക്ക് ചെയ്തത് ചെറിയ പീസ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി സാമ്പാറിലേക്ക് സാമ്പാർ പൗഡർ 2 tablespoon ചേർക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹോം മെയ്ഡ് സാമ്പാർ പൗഡറാണ്. അപ്പോൾ അതായത് കൊണ്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ജാഗ്രി ചേർത്ത് ഇതിനൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിൻ്റെ സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് 2-3 minutes ഒന്ന് ബോയിൽ ആയതിനു ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക്, ഡ്രൈ ചില്ലി, കറി ലീവ്സ്, കുറച്ച് ക്യുമിൻ സീഡ് എല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് സാമ്പാർ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇതിനെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ സാമ്പാറും ഇഡ്ഡലി മസ്റ്റ് ട്രൈ ചെയ്യണം. അതോടൊപ്പം ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.